പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരള സർക്കാർ നിർമ്മാണ തൊഴിലാളികളുടെ പേരിൽ പൈസ മേടിച്ച് പുട്ടും കടലയും അടിച്ച പിണറായി സർക്കാരാണ്. 1.5 വർഷത്തെ കുടിശ്ശികയുണ്ട്, 18 മാസം കുടിശ്ശികയുണ്ട് നിർമ്മാണ തൊഴിലാളിക്ക്. നിർമ്മാണ തൊഴിലാളികളുടെ അന്തസ്സുണ്ടെങ്കിൽ, ഈ CPM-കാർ പറഞ്ഞു പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു, അന്തസ്സുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് അറിഞ്ഞോ? ആദ്യം ആ നിർമ്മാണ തൊഴിലാളി കടമെടുത്ത പൈസ ആദ്യം കൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പിക എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കെട്ടുക. ഒന്ന്. പിന്നെ 18 മാസം കുടിശ്ശികയുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു 20 ദിവസം മുമ്പ് പോസ്റ്റിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേരള ജനത കാണണം. ഇവർ അത് ചെയ്തു ഇത് ചെയ്തു, വികസന കുതിപ്പ് നടത്തി. എന്താ വികസന കുതിപ്പ്? കിഡ്ബിയിൽ നിന്ന് കടമെടുക്കുക, 6 ലക്ഷം കോടി കടമാണ്. അപ്പോൾ കടമെടുത്തിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കടമെടുപ്പ് സർക്കാരാണ്. അപ്പോൾ ഇവിടെ ക്ഷേമതി, നിർമ്മാണ തൊഴിലാളിയുടെ ക്ഷേമതി 18 മാസം കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് പാലക്കാട് ജില്ലയിൽ കേൾക്കാൻ കഴിഞ്ഞത്. ലക്ഷക്കണക്കിന് ആൾക്കാർ പണമടച്ചിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാതെ, പിന്നെ അവരെല്ലാം വാർദ്ധക്യകാല പെൻഷനിലേക്കും കർഷക തൊഴിലാളിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷനിലേക്ക് കർഷക തൊഴിലാളിക്ക് മാറാൻ പറ്റില്ല, വാർദ്ധക്യകാല പെൻഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ശുദ്ധമായ തട്ടിപ്പ് നടത്തി പാൽ കർഷകരുടെയും പൈസ കറക്റ്റായിട്ട് കൊടുക്കാതെ, നിർമ്മാണ മേഖലയിലുള്ളവർക്ക് ആർക്കും പൈസ കറക്റ്റായിട്ട് കൊടുക്കാതെ ഇപ്പോൾ മേനി പറയുന്ന പിണറായി സർക്കാർ ഇപ്പം തന്നെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതെപ്പോഴാണ് കൊടുക്കുക? ഇപ്പോൾ വലിയ ഉമ്മൻചാണ്ടിനെ കുറ്റം പറഞ്ഞല്ലോ, അന്ന് 4-5 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ. അതിന് 18 മാസം കൊണ്ട് പറഞ്ഞ് പർവ്വതീകരിച്ച് ഇപ്പോൾ ഈ നിർമ്മാണ തൊഴിലാളിക്ക് അത്രയും കുടുംബക്കാർക്ക്, ലക്ഷക്കണക്കിന് കുടുംബക്കാർക്ക് പെൻഷൻ കൊടുക്കാതെ, 2000 രൂപ കൊടുക്കാതെ, പാൽ കർഷകരുടെ കൊടുക്കാതെ, ക്ഷീര കർഷകരുടെ കൊടുക്കാതെ, തയ്യൽ തൊഴിലാളികളെ കൊടുക്കാതെ, ഉച്ചക്കഞ്ഞി വെച്ചവരുടെ കാശ് കൊടുക്കാതെ, പിന്നെ സ്കൂളിൽ ഉച്ചക്കഞ്ഞി വെച്ചവരുടെ കാശ് കൊടുക്കാതെ, എല്ലാവരെയും ആശാവർക്കർമാരെ കാശ് കൊടുക്കാതെ, ഇവരെല്ലാം കൃത്രിമം കാണിച്ച് ഭൂലോക തട്ടിപ്പ് നടത്തി ഇനിയും 3-ാം തവണ അധികാരത്തിൽ വരുമെന്നും വ്യാമോഹം വേണ്ട. അതുകൊണ്ട് അവരുടെ കാശ് ആദ്യം കൊടുത്തു തീർക്കുക, എന്നിട്ട് മേനി പറയുക സർക്കാരും ധനകാര്യ വകുപ്പ് മന്ത്രി പെൻഷൻ കൊടുക്കും 3000 രൂപ ആക്കി കൊടുക്കും പറയണത് എന്താ തെറ്റ്? കോൺഗ്രസ് കൊടുക്കും പറഞ്ഞത് എന്താ തെറ്റ്? ഇവർ 600 റുപ്യ പോലും നേരെ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അന്ന് 950 റുപ്യാണ് വിധവാ പെൻഷൻ കൊടുത്തത്. 1700 റുപ്യാണ് മറ്റേ 70 വയസ്സിന് ശേഷമുള്ളവർക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. ഇതൊന്നും മറക്കരുത്, ഇവർ മറന്ന് കാണിക്കരുത്. അപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നതിൽ കൃത്രിമം കാണിച്ച് നിർമ്മാണ തൊഴിലാളികളുടെ ഫണ്ട് കൊടുക്കാതെ ഇപ്പോൾ വന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ ഇനി കൊടുത്താലും അത് വില പോകില്ല. കാരണം എന്താ പറഞ്ഞോ? ഇത്രയും കാലം ഇവരെ പിടിച്ചു വെച്ച് നിർമ്മാണ തൊഴിലാളികളൊക്കെ ഇപ്പോൾ സംഗതി വാർദ്ധക്യകാല പെൻഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കരഞ്ഞിട്ടായിരിക്കണം കേരള ജനത. ഇതെല്ലാവരും കാണണം, കേരളത്തിലെല്ലാവരും കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണം. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്, അത് അടിയന്തരമായി കൊടുത്തു തീർക്കുക. അതിന് പകരം പിന്നെ കോൺഗ്രസ് അത് കൊണ്ടുവന്നാൽ ഇവർ പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇവർ തന്നെ സ്ഥിരമായി കേരളത്തിൽ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിനും ഭരിക്കാം, UDF-നും ഭരിക്കാം. അതുകൊണ്ട് അതാദ്യം കൊടുത്തു തീർക്കാനുള്ള നടപടി പിണറായി സർക്കാർ ആദ്യം ചെയ്യുക. ബാലഗോപാലനും പിണറായി സർക്കാരും ധനകാര്യമന്ത്രിയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പിന്നെ തോമസ് ഐസക്കിനെയും സുധാകരനെയൊക്കെ പുറത്താക്കിയതിൻ്റെ ബലം ഇപ്പോൾ കാണുന്നുണ്ട്. ശശി പുറത്താക്കിയതിൻ്റെയൊക്കെ കാര്യങ്ങൾ പാലക്കാടും കാണാം. അപ്പോൾ അതുകൊണ്ട് ചിറ്റൂർ നമ്മാറയൊന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. എന്തിനു പറയുന്നു? ഒറ്റപ്പാലം ഷൊർണൂർ വരെ ഇവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല. ഏകദേശം ഒരു 90-100 സീറ്റിനുള്ളിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. മാതൃഭൂമി സർവേ ഒന്നും കണക്കാക്കണ്ട, അതൊക്കെ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന സർവേയാണ്. അതുകൊണ്ട് ആരും വേവലാതിപ്പെടേണ്ട. എല്ലാവരും UDF-നെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.